Hi friends and welcome back to Ziyas recipes. അപ്പോൾ ഇന്നൊരു ചിക്കൻ കടായി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ ഈ ചിക്കൻ കടായി എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ചിക്കൻ കടായി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസസ് ആയിട്ടാണ് ഈ ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ലൈൻസ് ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഞാനൊരു കടായി പോട്ടിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചിക്കനിൽ ഒന്നും തന്നെ ചേർത്തിട്ടില്ല, ഉപ്പോ സുർക്കയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അച്ചേക്ക് ചിക്കൻ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ ചിക്കൻ്റെ കളറൊന്ന് മാറി കിട്ടുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കും ചെയ്യാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ചിക്കൻ ഇവിടെ നന്നായിട്ട് കുക്കായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ 3 മീഡിയം സൈസിലുള്ള തക്കാളി അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു തക്കാളി പേസ്റ്റിൽ കിടന്നിട്ട് ചിക്കന് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുക്കായി വരണം. പിന്നെ മാത്രമല്ല ചിക്കൻ്റെ എല്ലാ ഭാഗത്ത് എത്തുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 3/4 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പൊടിയുപ്പായാലും കല്ലുപ്പായാലും ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇതൊന്ന് കുക്കായി വരട്ടെ. ഇത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കടായി മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം. ഇതൊക്കെ ഈക്വലായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ഫ്രൈ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചെറു ചൂടോടുകൂടി തന്നെ മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മസാല കംപ്ലീറ്റ്ലി ഈ ഒരു ചിക്കൻ്റെ കടായിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇവിടെ നന്നായിട്ട് 10 മിനിറ്റിന് ശേഷം കുക്കായി വന്നിട്ടുണ്ട്. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പം ചിക്കനിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായി വരും. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെ വെള്ളമൊക്കെ അത്യാവശ്യം ഉണ്ടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർക്കുകയാണ്. 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഈ 3 മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ ചിക്കനിലേക്ക് നന്നായി പിടിച്ചു വരട്ടെ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ്. ലെമൺ ജ്യൂസൊക്കെ ചിക്കന് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ലെമൺ ജ്യൂസ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ നല്ല കട്ട തൈരാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ലൂസ് തൈരായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കടായി മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് വീണ്ടും കട്ട് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി, ഒരു മീഡിയം സൈസിലുള്ള തക്കാളീൻ്റെ കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കും, കുറച്ച് കറിവേപ്പില, അതുപോലെ മല്ലിയിലയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പിടിയൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ കടായിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കടായിൽ ചിക്കൻ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കറി പോലെ ലൂസായിട്ടല്ല ഈ ഒരു കടായി, ഒരു ഗ്രേവി പോലെയാണ് കേട്ടോ ഉള്ളത്. നമുക്ക് ഒരുപാട് ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെയാണ് ഈ ഒരു കടായി
ഇനി ഞാൻ 2 മിനിറ്റ് ഇതുപോലെ വെച്ചിട്ട് ഫ്ലെയിമൊക്കെ ഓഫാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി കടായി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി, പൂരി, പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.